ഹലോ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കിംഗ് ആണ്. നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് അതിൻ്റെ പാക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അലമാരിയിലുള്ളതൊക്കെ ഡ്രസ്സുകളൊക്കെ സാരീസും എല്ലാം ഒരു ബോക്സിലാക്കി എടുത്തു വെക്കാം. ചെരിപ്പേടയിൽ ചോദിച്ചപ്പോൾ 2 ബോക്സ് കിട്ടിയതാണ്. അതപ്പം മടക്കി എടുത്തിട്ടാണ് വന്നിരുന്നത്. അതൊന്ന് സ്ട്രെയിറ്റ് ആക്കി നമുക്കതൊന്ന് ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തുണി എടുത്ത് വെക്കാം. ആദ്യം ഞാൻ സാരികളെല്ലാം കൂടിയാണ് ഒരു ബോക്സിലാക്കിയേക്കുന്നത്. ഞാൻ ടീച്ചറായതുകൊണ്ട് പിന്നെ കുറേ സാരീസ് ഉണ്ടായിരുന്നു. അത് പിന്നെ മടക്കി ബോക്സിലാക്കിയിട്ടുണ്ട്. ബാക്കി സ്പേസ് വന്നതിൽ അണ്ടർസ്കേർട്ടും ബ്ലൗസുകളും പിന്നെ എൻ്റെ ഡ്രസ്സുകളും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ ബോക്സ് ആയിരുന്നു അത്. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇത് ബോക്സിനകത്ത് ഫുള്ള് നിറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കവർ ചെയ്ത് ടേപ്പിട്ട് ഒട്ടിച്ച് വെക്കാം. ഇത് ഞാൻ ഒരാഴ്ച മുന്നേ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം കുറച്ചായിട്ട് പാക്ക് ചെയ്താൽ പോകാൻ നേരത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഓരോ ദിവസം ഞാൻ ടൈം ടേബിൾ വെച്ചിരിക്കുക. ഓരോ ദിവസം ഓരോ റൂം ക്ലീനാക്കി പാക്കിങ് ചെയ്ത് വെക്കാമെന്നുള്ള ഇതിലായിരുന്നു. ഓരോന്ന് ബോക്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ പേരെഴുതി വെച്ചാൽ ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ വീട്ടിൽ പോകുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു. അതും നമ്മൾ ബെഡ് മേടിച്ചതിൻ്റെ ബോക്സ് ആയിരുന്നു. ആ ബോക്സ് ഞാൻ 2ആയിട്ട് കട്ടാക്കി 2 ബോക്സായിട്ട് കിട്ടി. കട്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡ് ഓപ്പൺ അല്ലേ, ഇനിയൊരു സൈഡുള്ളത് മടക്കിയിട്ട് ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ട് അതിൽ സാധനങ്ങൾ ഓരോന്ന് നിറച്ചു. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ആക്കിയത് മുകളിലൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടാണ് പിന്നെ അത് കവറാക്കിയത്. ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് ഇത് ഞങ്ങൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് കാലിഡോസ്കോപ്പ് ഉണ്ടാക്കിയതായിരുന്നു. ഓരോ ഡിസൈൻസ് വരുന്നതും കാലിഡോസ്കോപ്പ് തിരിക്കുന്നതിനനുസരിച്ച് ഓരോരോ ഡിസൈൻസ് കാണാം നമുക്കുള്ളിൽ. കുപ്പിവള പൊട്ടിച്ചിട്ട് ഇട്ടതാണ്. കളർ പേപ്പേഴ്സ് ഇടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് അറ്റ്ലസ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അറ്റ്ലസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ സ്കൂളിൽ ഇത് യൂസ് ആക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അറ്റ്ലസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് മാപ്പ് ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസിന്. അപ്പോൾ അതൊക്കെ വരച്ചതും കളറാക്കിയതിൻ്റെയൊക്കെ ഓർമ്മ. പിന്നെ വേറൊരു ബോക്സിലോട്ട് കൊച്ചിൻ്റെ തുണികളെല്ലാം കൂടി ഒന്ന് അടുക്കിയെടുത്തു. അതും പാക്കാക്കി വെച്ചിട്ടുണ്ട്. അതും അവൻ്റെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളത് അതിൽ ബോക്സും ഫുള്ള് നിറച്ചത്. അടുത്തത് അവൻ്റെ കളി സാധനങ്ങൾ ബോക്സിലില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പം ചാക്കിനകത്തോട്ട് ഇട്ടാൽ ബോക്സ് വേറെ എന്തെങ്കിലും യൂസ് ആക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അത് ഇങ്ങനെ ചെയ്യുമായിരുന്നു.
പിന്നെ കിട്ടിയത് ഈ ബുക്കാണ്. ഈ ബുക്ക് അവന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അതെപ്പോഴും ഉണ്ട്, 3 കൊല്ലമായി. അത് അവൻ്റെ കാപ്പിടി കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൊട്ടിച്ചെടുത്തതാണ്. അത് ബാറ്ററി ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അത് ഓരോന്നിലും ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. പിള്ളേർക്ക് എളുപ്പം. ഓരോന്ന് പ്രസ്സാക്കുമ്പോൾ അവർക്ക് പഠിക്കാനും എളുപ്പമാകും. അത് അതിൽ പറയും എന്നതൊക്കെയാണെന്നുള്ളത്. ചാക്കോച്ചിക്ക് ഞാൻ ആദ്യം ബുക്ക് മേടിച്ചത് അവന് 4 മാസം ഉള്ളപ്പോഴാണ്. അതും പിക്ചർ ബുക്കായിരുന്നു. ഓരോ ട്രാൻസ്പോർട്ടും ആനിമൽസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ ഇതൊക്കെ. അവന് അന്നേരം തൊട്ടേ ഞാൻ കാണിച്ച് കൊടുക്കുമായിരുന്നു, പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സിനുള്ളിൽ എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പഠിപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും ആ സമയത്ത്. 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരുടെ ബ്രെയിനിൽ ഓരോ ചേഞ്ചസ് വരും. അപ്പം 2 വയസ്സിനുള്ളിൽ കിട്ടിയ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് കാണുകയില്ല. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എല്ലാം എടുത്തു വെക്കും. Grandmother, uncle, driver, teacher, doctor, student, nurse, worker, aunt. Piano. Saxophone. Timpani. Pipe organ. Xylophone. Jazz drum. Banjo. Harmonica. Cello. Clarinet. Flute. Accordion. Jazz drum. Moonlight by Laura Wincoop. Silver drops of moonlight splash upon the earth. വിട്, ഞെക്കിട്ട് വിട്. ഈ ഒരു ബുക്ക് ഓൺലൈനിൽ കിട്ടും കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കണം. അത് നല്ലൊരു ബുക്കാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവുകയുള്ളൂ. ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇനി അവിടെ ചെന്നിട്ട്, ഈ അടുത്ത വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മെല്ലെ തുടങ്ങാം.
അപ്പം കുറച്ച് ദിവസത്തേക്ക് ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സിൽ സ്പിന്നർ ആക്കാൻ പറ്റും. നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? ഇത് നിങ്ങളുടെ അടുത്ത് ഇതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയാം. Anana pateye, apate te na, apatia, apati te ku, apati good, apatie. Anana pateye, അതിൻ്റെ കുറേ കളി സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ചാക്ക് നിറച്ചു. പിന്നെ അവൻ്റെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഈ ബുക്സൊക്കെ കൊടുക്കാൻ കാണിക്കുന്നത്, എസ്പെഷ്യലി പിക്ചർ ബുക്സ് കാണിക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ആകും. അലമാരി ഓൾമോസ്റ്റ് കാലിയാക്കി. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ ക്രാഫ്റ്റ് സാധനങ്ങളും ബോക്സിലാക്കി. എൻ്റെ റൂമിൽ ഓൾമോസ്റ്റ് 2 ദിവസം കൊണ്ട് എല്ലാം ഒന്ന് പാക്കാക്കി കഴിഞ്ഞു. ബാക്കി പാക്കിങ്ങിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തുള്ള വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിക്കാവേ. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.